ഓൾ ഫ്രണ്ട്സ്, കാലിക്കറ്റ് സോളാർ സൊല്യൂഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം, ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഓരോ സംശയങ്ങൾ ചോദിച്ച്. പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സോളാറിന് വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും വർക്കുകൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഏത് സോളാറാണ് വീട്ടിൽ വെക്കാൻ ഉത്തമം എന്നൊക്കെ സംശയം ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. കറൻ്റ്ലി കേരളത്തിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സോളാർ ഓൺ ഗ്രിഡ് സോളാറും ഓഫ് ഗ്രിഡ് സോളാറുമാണ്. അപ്പം ഓൺ ഗ്രിഡ് സോളാർ ആണെങ്കിലും ഓഫ് ഗ്രിഡ് ആണെങ്കിലും ആർക്കൊക്കെയാണ് ഉത്തമം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. സോളാറിനെ പറ്റി ടെക്നിക്കലി എന്ത് സംശയങ്ങൾ വരികയാണെങ്കിലും എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫ്രീ ഉള്ള സമയത്ത് റീപ്ലൈ തരുന്നതാണ്. ഈ പുതിയ ITI ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസുകൾ, ഫ്രഷേഴ്സ് ഒരുപാട് സോളാർ ഫീൽഡിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ടെക്നിക്കലി എന്തെങ്കിലും അറിവുകൾ വേണമെങ്കിൽ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷനിൽ സംശയങ്ങളോ ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മളെ ടീമിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് സഹകരിക്കാം. അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹകരണങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു വീട് പണി നടക്കുമ്പോൾ സോളാർ വെക്കാൻ ആലോചിക്കേണ്ടത്, അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിനെപ്പറ്റി ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കണം. നമ്മളെ ചില കസ്റ്റമർ തന്നെ വീട് പണിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളുമായി ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മളെല്ലാവരും വീടിൻ്റെ കാര്യത്തിൽ വളരെ ഭംഗി നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ എസ്തെറ്റിക് ഭംഗി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സോളാർ വർക്ക് പൂർത്തിയാക്കാൻ പറ്റും. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ശ്രദ്ധിക്കുകയായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇതേ പാറ്റേൺ തന്നെ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ സൈറ്റിലും നമുക്ക് ചെയ്യേണ്ടതാണ്. കാരണം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെൻഡേഴ്സുമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൺസീൽഡായിട്ട് ആ സമയത്ത് പൈപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ വീട് പണികൾ പൂർത്തീകരിച്ചിട്ട് സോളാർ ചെയ്യണം ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് സൺസൈഡ് ഹോൾ അടിക്കേണ്ടി വരും. പൈപ്പുകളൊക്കെ ഓപ്പൺ അടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു വെൻഡേഴ്സുമായി പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ സമയത്ത് കൺസീൽഡായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മീറ്റർ സൈഡിൽ നിന്നും റൂഫ് ടോപ്പിലേക്ക് 25 mm 2 പൈപ്പ് ആണ് നമ്മൾ കൺസീൽഡായിട്ട് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ പുറത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളിൽ വളരെ മിക്ക വീടുകളിലും നമ്മൾ ഇൻവേർട്ടർ പോയിന്റുകൾ കാണാറില്ല. ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇൻവേർട്ടർ പോയിന്റ് ഉണ്ടാവില്ല. നമ്മൾ DBയിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിൽ നിന്നോ കണക്ഷൻ എടുത്ത് ചെയ്യാറാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും വയറിങ് ചെയ്യുന്ന എല്ലാ വീടുകളും ഇൻവേർട്ടർ പോയിന്റ് സ്റ്റെയറിൻ്റെ താഴെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ സോളാറിൻ്റെ കാര്യം. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ സോളാറിന് റൂഫ് ടോപ്പിലേക്ക് പൈപ്പ് ഇട്ട് വെക്കാറുണ്ട്. എഞ്ചിനീയർമാർ കസ്റ്റമറോട് സംസാരിച്ച് അവരെ അല്ലെങ്കിൽ ഒരു വെൻഡേഴ്സിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യിപ്പിച്ച് അത് നല്ല രീതിയിൽ ചെയ്ത് വെക്കാറുണ്ട്. ഇത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളർക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ വീടിൻ്റെ എസ്തെറ്റിക് ഭംഗി നഷ്ടപ്പെടാതെ തന്നെ അത് സോളാർ വർക്ക് പൂർത്തിയാക്കാനും സഹായകരമാണ്. 3000-ന്റെ മേലേക്ക് വരുന്ന ബിൽഡിങ്ങിന് പഞ്ചായത്ത് പെർമിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ സോളാർ മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോളാറിനെ സർക്കാരിനെ അത്രയും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാലം കൂടിയാണിത്. കാരണം 2500-3000 ബില്ലിന് മേലേക്ക് KSEB ബില്ല് വരുന്ന ഒരു വ്യക്തിക്ക്
ഒരു 4-5 വർഷം കൊണ്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ ലാഭകരമായി. പിന്നെ ഉള്ളതെല്ലാം ബെനിഫിറ്റാണ്. ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 2 വർഷം കൊണ്ട് ആ സമയം കൊണ്ട് അവരെ മുതൽ മുടക്കിയ പൈസ റിട്ടേൺ ആയി. നമ്മളോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പങ്കുവെക്കാം. ഏത് സോളാറാണ് നമുക്ക് വീട്ടിൽ വെക്കാൻ ഉത്തമം എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓരോ കസ്റ്റമറുടെയും ആ ഏരിയയുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു കസ്റ്റമർക്ക് അവരുടെ ബില്ല് മൈനസ് ആക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ, സ്റ്റോറേജ് വേണ്ട, ബില്ല് മൈനസ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓൺ ഗ്രിഡ് സോളാറാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മറിച്ച് മലയോര മേഖലകളിലൊക്കെ ഒരു മരം വീണ് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ ഓഫ് ഗ്രിഡ് സോളാറാണ്. അതായത് ബാറ്ററി വെച്ചിട്ടുള്ള സോളാർ അത് അവിടെ പോസിബിൾ ആവുകയുള്ളൂ. ഓൺ ഗ്രിഡ് സോളാറിൽ ശ്രദ്ധിക്കേണ്ടത് പവർ കട്ടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. കസ്റ്റമർക്ക് ആവശ്യം KCB ബില്ലിനെ സേവ് ചെയ്യാം എന്നുള്ളൊരു പർപ്പസിന് മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് ഓൺ ഗ്രിഡ് സോളാർ ചെയ്യാവുന്നതാണ്. ഓൺ ഗ്രിഡ് സോളാറിന് സ്റ്റോറേജ് ഉണ്ടാവുന്നതല്ല. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഗ്രിഡിലേക്ക് കൊടുക്കും. ഗ്രിഡിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗം വരുന്നുണ്ടെങ്കിൽ ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതാണ്. ഗ്രിഡ് പോണ സമയത്ത് നമ്മളെ ഇൻവെർട്ടറും കട്ടാവുന്നതാണ്. സ്റ്റോറേജ് ഇല്ലാത്ത സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സോളാർ. ഓൺ ഗ്രിഡ് സോളാറിന് നമ്മൾ ബൈഡയറക്ഷണൽ മീറ്റർ വെക്കും. നമ്മൾ ഉപയോഗിച്ചതും KCBയിലേക്ക് കൊടുത്തതും കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മാസം നോക്കി നമ്മൾ ഇമ്പോർട്ട് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും കൗണ്ട് ചെയ്ത് എത്ര യൂണിറ്റാണോ ആ യൂണിറ്റിൻ്റെ പേയ്മെൻ്റ് അടിച്ചാൽ മതി. നമ്മുടെ ഉപയോഗം കുറവാണെങ്കിൽ ബാക്കി വരുന്ന നമ്മൾ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ഊർജത്തെ നമ്മൾ KCBയിലേക്ക് വിൽക്കാവുന്നതാണ്. അതിൻ്റെ റീഡിംഗ് വർഷത്തിൽ ഒക്ടോബർ മാസം റീഡിംഗ് നോക്കി ഇമ്പോർട്ട് എക്സ്പോർട്ടും കൗണ്ട് ചെയ്തതിന് ശേഷം KCB നമുക്ക് ഇങ്ങോട്ട് യൂണിറ്റിന് പൈസ തരാനെങ്കിൽ 100 യൂണിറ്റിൻ്റെ മേലെ നമ്മളൊരു വർഷത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റിന് അന്നത്തെ മൂല്യം അനുസരിച്ച് കസ്റ്റമർ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇനി അതല്ല, നമുക്ക് അതേ കൺസ്യൂമർ നമ്പറിൽ തന്നെ കേരളത്തിൽ എവിടെ വീടുണ്ടെങ്കിലും കേരളത്തിൽ എവിടെ നിന്നും നമുക്ക് വീലിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ആ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓഫ് ഗ്രിഡ് ചെയ്യേണ്ടത് ഒരു മഴ പെയ്താൽ മരം വീണ് കഴിഞ്ഞാൽ 1-2 ആഴ്ച കറണ്ട് പോകുന്ന ഏരിയകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. കൂട്ടാത്തുകുളം പോലത്തെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒരു മഴ പെയ്താൽ ഒരു മരം വീണ് 1-2 ആഴ്ച കറണ്ട് ഇല്ലാത്ത ഒരുപാട് മലയോര മേഖലകൾ നമ്മൾ കേരളത്തിൽ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഓഫ് ഗ്രിഡ്, അതായത് ബാറ്ററി വെച്ചിട്ടുള്ള സോളാർ സിസ്റ്റം ചെയ്യേണ്ടത്. അവിടെ 1-2 ദിവസം അല്ലെ 2-ലധികം ദിവസം കറണ്ട് വന്നിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കുകയും ലൈവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റാവുന്നതാണ്. അങ്ങനത്തെ ഏരിയകളിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ് ഗ്രിഡ് സോളാറാണ്. ഈ വീഡിയോയിൽ ക്ലാരിറ്റി കിട്ടാത്തവർക്ക് എൻ്റെ മൊബൈൽ നമ്പറിലോ വാട്സപ്പ് നമ്പറിലേക്കോ മെസ്സേജ് അയക്കാവുന്നതാണ്. സംശയങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ അപ്പോൾ ക്ലിയർ ആക്കി തരും. അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ സീനിയറായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ കൂടുതൽ വീഡിയോകൾ മുന്നോട്ട് ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമസ്കാരം.